Good afternoon. Good afternoon, ma'am. Okay. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ JCI വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ ഇനി ക്ലാസ്സുകളൊക്കെ കയറുന്ന സമയത്ത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് പോർഷൻസ് എടുത്ത് തീർക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ വരുമ്പോഴും അതുപോലെ ഒരുപാട് എക്സ്പ്ലനേഷൻസും റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം അവിടെ നഷ്ടപ്പെടും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ പരമാവധി ഓൺ ടൈം തന്നെ ക്ലാസ്സിൽ കയറാനായിട്ട് നോക്കുക. ക്ലാസ് മിസ്സാവുന്ന ആളുകൾ റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. കാരണം ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് കുറച്ച് ക്രൂഷ്യലാണ്, നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുമ്പോൾ ടൈം അവിടെ നമ്മുടെ നഷ്ടപ്പെടും കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അതുമായിട്ടൊന്ന് സഹകരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ സ്ക്രീൻ കാണുന്നില്ലല്ലോ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് JCI വരെയാണ് പറഞ്ഞത് അല്ലെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCIയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ JCI അക്രഡിറ്റേഷനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു 4 സെക്ഷനുകളായിട്ട് അല്ലെ JCIയുടെ അക്രഡിറ്റേഷൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു 2014 April 1 അത് നിലവിൽ വന്നത്. 4 സെക്ഷൻസ് ഉണ്ട്. ഓരോ 4 സെക്ഷനിലും എന്താണ് ഒരു സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ടോട്ടലി എത്ര സ്റ്റാൻഡേർഡുകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 285 സ്റ്റാൻഡേർഡുകളും 1160 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ആണ് ഇതിനകത്തുള്ളത്, ഈ പറയുന്ന JCIയുടെ അടുത്ത് ഉള്ളത് അല്ലെ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അക്രഡിറ്റേഷൻ സർവേ പറഞ്ഞു. എങ്ങനെയാണ് ആ സർവേയിൽ നമ്മൾ സ്കോറിംഗ് എങ്ങനെയാണ് നടത്തുന്നത്, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് NABH ആണ്. NABHനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്താ, നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഓൾറെഡി പറഞ്ഞ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണ് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് വായിച്ചു പോവാം കേട്ടോ. NABH കേട്ടോ. NABH അറിയാലോ നിങ്ങൾക്ക്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് അല്ലെ. നമ്മൾ അവിടെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. NABH സ്റ്റാൻഡേർഡ്സ് ആർ റീഫോംഡ് എവറി 4 years. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് JCIയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. JCIയും NABHും തമ്മിൽ പരസ്പരം ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പൊ നോക്കൂ, NABH സ്റ്റാൻഡേർഡ്സ് ആർ റീഫോംഡ് every 4 years and now the hospital implemented 5th edition standards. കറക്റ്റിൽ പറയുന്നുണ്ട് April 2020. നമ്മൾ അവിടെ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, NABHന്റെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് അല്ലെ. അതേസമയം JCI അതൊന്ന് കമ്പയർ ചെയ്യാം. JCI സ്റ്റാൻഡേർഡുകൾ എത്ര വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്? 3 വർഷങ്ങളൊക്കെ. കറക്റ്റ് ആണ് കേട്ടോ കുഞ്ഞി. ഓക്കെ, 3 വർഷം കൂടുമ്പോഴാണ് JCI സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നതെങ്കിൽ NABH സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യുന്നത് 4 വർഷം കൂടുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ളത് ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ April 2020 മുതൽ 5th edition ആണ് നിലവിലുള്ളത് കേട്ടോ. NABH സ്റ്റാൻഡേർഡ് സെന്റേഴ്സ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസ് by the hospital in a changing healthcare environment. പറഞ്ഞതാണ് അല്ലെ. NABH കൂടുതലും എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി സർവീസ്. ഞാനിപ്പോ സ്പീഡിൽ പറയുന്നത് വേറൊന്നുകൊണ്ടല്ല കേട്ടോ. ഇത് സെയിം ഭാഗം തന്നെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്?
ക്വാളിറ്റി അഷുറൻസിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ സെയിം നോട്ടും അതേ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ വായിച്ചു പോകുന്നത്. നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി സർവീസസിനാണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം NABH എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ് അല്ലെ. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ഇതെന്ന് പറയുന്നത് NABH. ഓക്കെ. പിന്നെ നമുക്കറിയാം NABH മെയിൻലി ഡിവൈഡ്സ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ് അല്ലെ. NABH പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളെ രണ്ടായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് 2 ഡിവിഷൻസ്. ഏതൊക്കെ? ഒന്ന് SHCO, മറ്റൊന്ന് HCO അല്ലെ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ SHCO. ഇവിടെ എത്രയായിരിക്കും ബെഡുകളുടെ എണ്ണം എത്രയായിരിക്കും? വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ. 50 ബെഡിന് കുറവുള്ളത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. അതേസമയം 50 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലാണ് അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അഥവാ HCO എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഒക്കെ അവിടെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇനി നോക്കൂ, മെയിൻ NABH ഗൈഡ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 ചാപ്റ്റേഴ്സ് വിത്ത് 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ അത് പഠിക്കുമ്പോൾ JCI ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. JCIയിൽ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 285 സ്റ്റാൻഡേർഡുകളും 1160 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. കറക്റ്റ് ആണ് കേട്ടോ. ആൽഫിയ കറക്റ്റ് ആണ് കേട്ടോ. 285 സ്റ്റാൻഡേർഡുകളും 1160 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് JCIക്കകത്ത് വരുന്നത്. NABHൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡുകള്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ് കേട്ടോ. പഠിച്ചു വെക്കാം. ഇവിടെ 4 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യുന്നു. JCI ആണെങ്കിൽ 3 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യും. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നോക്കാം, NABHൽ പറയുന്നത് ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉള്ളതിൽ 1 or 2 are in core category which are essentially evaluated during each assessment. പറഞ്ഞതാണ് അല്ലെ. അതായത് അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഇവാലുവേറ്റ് ചെയ്യേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്ന കോർ കാറ്റഗറി അല്ലെ. NABHൽ 4 കാറ്റഗറി പറഞ്ഞു അല്ലെ. കോർ കാറ്റഗറിയിൽ 102 എണ്ണാണ്. അത് അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ഓരോ ഘട്ടത്തിലും അസസ്മെന്റ് നടത്തുന്ന 102 എലമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് കോർ കാറ്റഗറി നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? 459 are in commitment category which will be evaluated during the final assessment. അതുപോലെ തന്നെ അക്രഡിറ്റേഷന്റെ ഏറ്റവും അവസാന ഘട്ടത്തില് വിലയിരുത്തേണ്ട 459 എലമെന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെയോ 60 are in achievement category which will be checked out during the surveillance assessment അല്ലെ. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് എന്ന് വെച്ചാൽ അതിനോടൊപ്പം തന്നെ അസസ്മെന്റ് ചെയ്യേണ്ട ഒരു 60 എലമെന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ത് ചെയ്തിരിക്കുന്നത്, അച്ചീവ്മെന്റ് കാറ്റഗറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 30 are in excellence category which will be evaluated during the re-accreditation. അതായത് re-accreditation സമയത്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എക്സലൻസ് കാറ്റഗറി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു കാറ്റഗറി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഓർത്ത് വയ്ക്കാം. അവിടെ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ക്ലിയർ. അടുത്തത് NABH സ്റ്റാൻഡേർഡ്. ഇതോടെ പറഞ്ഞതാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡും. ഏതൊക്കെയാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളിൽ? ഏതൊക്കെയാ വരുന്നത്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ AAC അല്ലെ, അവിടെ പറഞ്ഞതാണ്. പിന്നെ കെയർ ഓഫ് പേഷ്യന്റ് COP. പിന്നെന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ MOM അല്ലെ, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. പിന്നെന്താണ്? PRA എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ വരുന്നത് HSC ആണ് കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതെല്ലാം തന്നെ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഇതിനൊക്കെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ വരുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കൂ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് PSQ. ഓക്കെ. Then responsibility of management ROM. Facility management and safety EMS കേട്ടോ. EMS അല്ല, FMS സോറി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM. പിന്നെന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ IMS. ഇതാണ്
ഓർഗനൈസേഷൻ സെറ്റേഡ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ്. ഇത്രയും ഭാഗങ്ങള് നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് എൻഗേജ്മെന്റ്സിൽ പഠിച്ച സെയിം കാര്യങ്ങളാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ. എന്താണ് ആർക്കൊരു ഉഷാറില്ലാത്തത്? ക്ലാസ്സിലെ എണ്ണമൊക്കെ കുറവാണല്ലോ, എന്ത് പറ്റി? ഓക്കെ, നാളെ നിങ്ങൾക്ക് അവധിയാണ് കേട്ടോ. വെള്ളിയായിട്ട് നാളെ നിങ്ങൾക്ക് അവധിയാണ്. ഇന്ന് ക്ലാസ് വെച്ച് തന്നെയാണോ? കുട്ടികളൊക്കെ കുറവാണല്ലോ. ഓക്കെയാണ്, ശരി. അപ്പൊ ഇനി നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം കേട്ടോ. MEBH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിച്ച ക്ലാസ് കഴിഞ്ഞ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം MEBH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ തൊട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കാട്ടോ ക്ലാസ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ KPI, അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. നോക്കൂ, they assist in helping to systematically monitor, assess and continually enhance service performance. അണ്ടർലൈൻ ചെയ്തിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സൂചകങ്ങളാണ് അല്ലെ. അത് വന്നിട്ട് ഈ പറയുന്ന ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് സർവീസ് പെർഫോമൻസ്, അവർ കൊടുക്കുന്ന സേവനങ്ങളുടെ ആ ഒരു പ്രകടനം സിസ്റ്റമാറ്റിക് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അല്ലെ, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും അതുപോലെ തന്നെ വിലയിരുത്താനും പിന്നെ എന്താണ് കണ്ടിന്യൂസ്ലി എൻഹാൻസ് ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്നതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു 32 ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിരുന്നു അല്ലെ, അത്തരം സൂചകങ്ങൾ. അപ്പൊ ഇവിടെ പറഞ്ഞ ബൈ ദംസെൽസ് KPIs cannot improve the performance. ഒരു കാര്യം മനസ്സിലാക്കാം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് വെറും സൂചകങ്ങൾ മാത്രമാണ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ഇതൊരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ്. അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് തരുന്നത്? ഏതൊക്കെ മേഖലകൾ മെച്ചപ്പെടുത്തണം, ഏതൊക്കെ ഏരിയകളാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ സഹായിക്കും. ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സഹായിക്കും. ഓക്കെ, അതേസമയം എങ്ങനെ മെച്ചപ്പെടുത്തണം, ഏത് രീതിയിൽ മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ഐഡിയ തരുന്നില്ല. ഏതൊക്കെ മേഖലകളാണ് മെച്ചപ്പെടുത്തേണ്ടത്, ഏതൊക്കെ ഏരിയകളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അതാണ് അവർ പറയുന്നത് KPIs cannot improve performance. KPI കൊണ്ട് മാത്രമേ നമുക്ക് പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. However, they do provide signposts that signal progress towards goals and objectives as well as the opportunities for the sustainable progress. അതേസമയം നമുക്കൊരു ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞിട്ട് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട ഡയറക്ഷൻസ് ആര് തരും? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ചോദ്യങ്ങളൊന്നുമില്ല. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെയാണ് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പഠിക്കാനുള്ള ഭാഗങ്ങളാണ് the key performance indicators are likely to be monitored by the health care organization. ഇനി നമ്മൾ ക്വാളിറ്റി അഷുറൻസ് പഠിച്ചതിനകത്തൊരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, അതിന്റെ ഫോർമുലകളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. 32 ഫോർമുലകൾ നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പൊ അതിലേക്ക് കടക്കാൻ അവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റർ എടുക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കാര്യം അത്രയും കണക്ഷൻ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, the time taken for the initial assessment. അവിടെ പഠിച്ചതല്ലേ നമ്മള് the time taken for the initial assessment of indoor patients. അങ്ങനെയാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ. അതായത് ഇൻ പേഷ്യൻസിന്റെ പ്രൈമറി അസസ്മെന്റിന്, അതായത് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം, അതൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞതാണ്. അത് പഠിക്കാനുള്ള ഫോർമുല, അത് കണ്ടെത്താനുള്ള ഫോർമുലയാണ്. ഇത് ഫുള്ള് നമ്മൾ പഠിക്കുന്നത് ഫോർമുലകളാണ് കേട്ടോ. അപ്പൊ നോക്കാം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The time should begin from the time that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു ഇൻഡോർ പേഷ്യൻസ് ഇൻ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിനെടുത്ത സമയം, അതാണ് ഇൻഡിക്കേറ്റർ. ഇവിടെ സമയം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ആ ഒരു പേഷ്യന്റ് ആ ഒരു വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം തൊട്ട് അല്ലെ, അഡ്മിഷൻ എടുത്ത് അവർ ആ ഒരു ബെഡിൽ ആ ഒരു വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം തൊട്ട്
ആ ഒരു ഡോക്ടർ അവരുടെ ഒരു പ്രൈമറി അസസ്മെന്റ് പൂർത്തിയാക്കാൻ എടുക്കുന്ന ആ ഒരു സമയം, അതാണ് അവിടെ ടൈം ടേക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ആ ഒരു എന്താ പറയുക പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തിയ സമയമല്ല, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ആ ഒരു വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം തൊട്ട് ആ ഒരു ഡോക്ടർ അവരുടെ ഇനീഷ്യൽ അസസ്മെന്റ് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന പൂർത്തിയാക്കാൻ എടുക്കുന്ന വരെയുള്ള ഒരു സമയം, അതാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. എങ്ങനെയായിരിക്കും ഫോർമുല വരിക? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ, ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ആകെ സമയം അല്ലെ, ആകെ സമയം ഡിവൈഡഡ് ബൈ എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്, ആകെ നടന്നിട്ടുള്ള അഡ്മിഷനുകളുടെ എണ്ണം. അത് ശരിക്കും എന്താണ്? ആകെ നടന്നിട്ടുള്ള അഡ്മിഷനുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെയുള്ള ഇൻപേഷ്യന്റുകളുടെ എണ്ണം എന്നാണ് അർത്ഥം അല്ലെ. ആകെ നടന്നിട്ടുള്ള അഡ്മിഷന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെയുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസുകളുടെ എണ്ണം അല്ലെ. അതിനടുത്ത് എന്താണ്? പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലെടുത്ത ആകെ സമയം, അതാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാ ന്യൂമറേറ്റർ വരിക? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്, ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ആകെ സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, ആകെ നടന്നിട്ടുള്ള അഡ്മിഷനുകളുടെ എണ്ണം. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് അൺഇൻപേഷ്യൻസുകളുടെ ആകെ എണ്ണം അല്ലെ. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ന്യൂമറേറ്ററിൽ സമ്മാണ് വരുന്നത്, തുകയാണ് വരുന്നത്. ഡിനോമിനേറ്റർ ഛേദത്തിൽ വരുന്നത് നമ്പർ ആണ് വരുന്നത്. സമ്മ ബൈ എണ്ണാണ് നമ്പർ, തുക ബൈ എണ്ണം എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ശരാശരിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ആവറേജ് ടൈം ടേക്കൺ ഫോർ ദി ഇനീഷ്യൽ അസസ്മെന്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് എടുക്കുന്ന ആകെ സമയം ഒരു 100 മണിക്കൂറാണെന്ന് ഇരിക്കട്ടെ, വെറുതെ 100 മണിക്കൂറാണെന്ന് ഇരിക്കട്ടെ. അവിടെ 50 പേഷ്യൻസ് അഡ്മിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ഫോർമുല പ്രകാരം ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും 100/50. അപ്പൊ നമുക്ക് എത്ര വരാം? 2 മണിക്കൂറാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ പൊതുവെ ഇൻഡോർ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് ശരാശരി ഏകദേശം ഒരു 2 മണിക്കൂറാണ് സമയം എടുക്കുന്നത്. പൊതുവെ അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് 2 മണിക്കൂറുകളാണ് സാധാരണയായിട്ട് എടുക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഫസ്റ്റ് ഓക്കെ അല്ലേ? ആദ്യത്തെ പോയിന്റ് ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, രണ്ടാമത്തത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ് കേട്ടോ. എന്താണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ? അവിടെ പഠിച്ചതാണ്. അതായത് 1000 ഇൻവെസ്റ്റിഗേഷൻസിന് അല്ലെ, 1000 അന്വേഷണങ്ങൾ, ദാറ്റ് മീൻസ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ്. ഓക്കെ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് അല്ലെ, അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എററുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് അല്ലെ, ആകെ നടന്നിട്ടുള്ള ടെസ്റ്റുകളുടെ എണ്ണം അഥവാ ആകെ നടന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനുകളുടെ എണ്ണം ഇൻറ്റു 1000 കേട്ടോ. കാര്യം നമ്മൾ 1000 ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്, ഒരു പർട്ടിക്കുലർ യൂണിറ്റിലാണ് എടുക്കുന്നത്. ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ട് എത്ര ഇൻവെസ്റ്റിഗേഷനിൽ എറർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ആ ഒരു റേഷ്യോ ആണ് അവിടെ എടുക്കുന്നത് കേട്ടോ. എന്താ വരിക? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ട എററുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, ആകെ പെർഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകളുടെ ആകെ ഇൻവെസ്റ്റിഗേഷനുകളുടെ എണ്ണം ഇൻറ്റു 1000. കാരണം നമ്മൾ 1000 ഇൻവെസ്റ്റിഗേഷൻസിലാണ് നമ്മളത് കണക്കാക്കുന്നത് കേട്ടോ. അത്രയും രണ്ടാമത്തെ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ ഒക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ് കേട്ടോ. മൂന്നാമത്തെ എന്താണ്? പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. എന്താണ് പറയുന്നത്? ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നവരുടെ ശതമാനം എന്താണ് പറയുന്നത്? ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം റേഡിയോളജി അതുപോലെ തന്നെ ലബോറട്ടറി പോലെയുള്ള ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം, അതാണ് മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ അല്ലെ. അപ്പൊ ശതമാനം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻറ്റു 100 വരും കേട്ടോ. പെർസെന്റേജ് ഒക്കെ പറയുമ്പോൾ പെർസെന്റേജ് റേറ്റ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പൊതുവെ ഇൻറ്റു 100 എന്തായാലും ആ ഒരു ഫോർമുലയ്ക്കകത്ത് വരും കേട്ടോ. അപ്പൊ എന്തായിരിക്കും ഫോർമുല വരിക? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്ന സ്റ്റാഫുകളുടെ ആകെ എണ്ണം അല്ലെ. നമ്പർ ഓഫ് സ്റ്റാഫ്
അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്ന അല്ലെങ്കിൽ പാലിക്കുന്ന ജീവനക്കാരുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. ഓഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സ്റ്റാഫ് വർക്കിംഗ് ഇൻ ദ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആകെ സ്റ്റാഫുകളുടെ എണ്ണം ഇൻറ്റു 100. അങ്ങനെയല്ലേ നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആകെ ജീവനക്കാരുടെ എണ്ണം എടുക്കുക. അതിനകത്ത് എത്ര ജീവനക്കാർ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, ആ രീതിയിലല്ലേ നമ്മൾ എഴുതുക. ഇൻറ്റു 100% ആണ് നമ്മളവിടെ കണക്കാക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തത് കേട്ടോ, മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് കേട്ടോ. അടുത്ത ഇൻഡിക്കേറ്റർ ആണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് കേട്ടോ. അതായത് മരുന്നുകളിൽ വരുന്ന തെറ്റുകളുടെ നിരക്കാണ് കേട്ടോ. മരുന്നുകളിൽ വരുന്ന തെറ്റുകളുടെ നിരക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, മരുന്നുകളിൽ വരുന്ന തെറ്റുകളുടെ നിരക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രിസ്ക്രിപ്ഷൻ എററുകൾ മാത്രമല്ല വരുന്നത് കേട്ടോ. നമ്മൾ തെറ്റായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന എററുകൾ അങ്ങനെ വരാലോ. നമ്മൾ ചില മരുന്നുകൾ എടുക്കേണ്ട സമയത്ത് നമ്മൾ ഓവർഡോസ് ആയിട്ട് കഴിക്കുക, തെറ്റായ രീതിയിൽ കഴിക്കാം. 2 നേരം കഴിക്കേണ്ട മരുന്ന് ഒരു 3 or 4 പ്രാവശ്യം കഴിഞ്ഞത് കഴിച്ചു കഴിഞ്ഞത് ഓവർഡോസ് ആവും. അപ്പൊ അതൊക്കെ എന്തിൽ വരുന്നുണ്ട്, മെഡിക്കേഷൻ എററിൽ വരുന്നതാണ്. അല്ലാണ്ട് മെഡിക്കേഷൻ എഴുതുന്നതിൽ വരുന്ന തെറ്റ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തെറ്റായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം വരുന്ന പെശകുകളും എററുകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കാം. നമുക്ക് വായിക്കാം. മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ. എന്താണ് മെഡിക്കേഷൻ എറർ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. A medication error is any preventable event that may cause or lead to unsuitable medication use or patient harm while the medication is in the control of the healthcare professional, patient or consumer. അതായത് ഒരു മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് ഒരു പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺസ്യൂട്ടബിൾ ആയിട്ട് അതൊരു ശരിയല്ലാത്ത രീതിയിൽ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കണം, രോഗികൾക്ക് എന്തെങ്കിലും ദോഷകരമായിട്ട് വരികയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് ആരിൽ നിന്ന് വേണമെങ്കിലും അത് സംഭവിക്കാം. ഓക്കെ, ആരിൽ നിന്ന് വേണമെങ്കിലും അത് സംഭവിക്കാം. അതായത് ചിലപ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന കൺസ്യൂമറിന്റെ ഭാഗത്ത് നിന്ന് മെഡിക്കേഷൻ എറർ ഉണ്ടാവാം. അല്ലെ, ഇപ്പൊ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് എടുത്തു കൊടുക്കുമ്പോൾ വല്ല എററുകൾ സംഭവിക്കാം. അല്ലെ, ഇപ്പൊ നമ്മൾ വാർഡിലൊക്കെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്നത് നഴ്സുമാരായിരിക്കും. അവര് ചിലപ്പോൾ അറിയാതെ അറിയാതെ തെറ്റായ രീതിയിൽ അവർ മരുന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു മെഡിക്കേഷൻ എറർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ഭാഗത്ത് നിന്ന് വരാം. പേഷ്യന്റിൽ നിന്ന് വന്നൂടെ, പേഷ്യന്റ് മരുന്ന് കഴിക്കുമ്പോൾ അവർ തന്നെത്താൻ മരുന്ന് എടുത്ത് കഴിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു ദിവസം 2 നേരം കഴിക്കുന്ന മരുന്ന് അവർ 3 or 4 പ്രാവശ്യം അറിയാതെ എടുത്ത് കഴിച്ചു, ഓവർഡോസ് ആയോ, പ്രശ്നമായി. അല്ലെ, അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് വരാം, കൺസ്യൂമറിന്റെ ഭാഗത്തുനിന്ന് വരാം. പല ഔട്ട് പേഷ്യൻസിന് വരുന്ന ആളുകൾ, ഫാർമസിയിൽ മരുന്ന് മേടിച്ചു പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എററുകൾ സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരുന്നുകളുടെ ഉപയോഗത്തിന് വരുന്ന എററുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂടെ നിങ്ങൾ കണക്കാക്കണം. എന്താണ് അവിടെ പറയുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ കൺട്രോൾ ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, പേഷ്യന്റ് ഓർ കൺസ്യൂമർ കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് അല്ലെ, ആകെ വന്നിട്ടുള്ള മെഡിക്കേഷൻ എററുകളുടെ എണ്ണം, ആകെ എണ്ണം മെഡിക്കേഷൻ എററുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ മെഡിക്കേഷൻ എറേഴ്സ് എന്ന് വെച്ചാൽ മെഡിക്കേഷൻ എററുകൾ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം. അതെന്താ അങ്ങനെ പറയുന്നത്, അവസരങ്ങളുടെ ആകെ എണ്ണം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റേർഡ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് എന്താ പറയുക മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റേർഡ് അല്ലെ, അഡ്മിനിസ്റ്റർ ചെയ്യപ്പെട്ട ഈ പറയുന്ന മെഡിക്കേഷൻസുകളുടെ ആകെ എണ്ണം തന്നെയാണ്. എപ്പോഴൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ടോ, മരുന്ന് കൊടുക്കുന്ന സാഹചര്യങ്ങൾ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ മെഡിക്കേഷൻ എറർ വരാം അല്ലെ, അതിൽ വരണമെന്നല്ല പറയുന്നത്. അപ്പോ അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറർ, അതായത് മെഡിക്കേഷൻ എററുകൾ വരാൻ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം. എപ്പോഴൊക്കെ മെഡിക്കേഷൻസ് മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ടോ, വിതരണം ചെയ്തിട്ടുണ്ടോ, അപ്പോഴൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട്, വരാതിരിക്കാം, വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു അവസരങ്ങളുടെ ആകെ എണ്ണം, അതിനകത്ത് എത്ര കേസുകളിൽ മെഡിക്കേഷൻ എററുകൾ വന്നിട്ടുണ്ട്, ഓക്കെ, ആ എണ്ണം ഇൻറ്റു 100% ആണെന്ന് കണക്കാം. അങ്ങനെയാണ് കേട്ടോ വരിക. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, വന്നിട്ടുള്ള മെഡിക്കേഷൻ എററുകളുടെ ആകെ എണ്ണം divided by total number of opportunities of the medication. മെഡിക്കേഷൻ എറർ വരാൻ സാധ്യതയുള്ള അവസ്ഥയുടെ ആകെ എണ്ണം.
അതിനകത്ത് എത്ര എണ്ണത്തില് എറർ വന്നിട്ടുണ്ട് ഇൻറ്റു 100%. ക്ലിയർ ആയോ മെഡിക്കേഷൻ എറർ റേറ്റ്? ഓക്കെ ആണല്ലോ. ഈ ഫോർമുലകളൊന്നും ചിലപ്പോൾ എക്സാമിന് ചോദിച്ചൊന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് അത്ര നിങ്ങൾ മനസ്സിലാക്കാം. എന്നുവെച്ചാൽ പഠിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് സ്ട്രെസ് കൊടുക്കണ്ട കേട്ടോ, ഒത്തിരിയേറെ സ്ട്രെസ് കൊടുക്കണ്ട. അത് 32 എണ്ണം ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പം എന്നാലും നിങ്ങൾ ഇതൊന്നും ആ കൺസെപ്റ്റ് കിട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പറയാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ കേട്ടോ. അതായത് എറർ പ്രോൺ ആയിട്ടുള്ള അവിടെ പറഞ്ഞ ആ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അതായത് എറർ വരാനായിട്ട് സാധ്യതയുള്ള അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അത് അവിടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു മില്ലിഗ്രാം മെഗാഗ്രാം ആയിട്ടൊക്കെ മാറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ചെറിയൊരു വ്യത്യാസം അല്ലെ, മില്ലിഗ്രാം എന്ന് പറയുന്നത് സ്മോൾ എം സ്മോൾ ജി ആണ്. അതറിയാതെ സ്മോൾ എം ക്യാപിറ്റൽ എം ആയി കഴിഞ്ഞാൽ എം ജി എന്ന് പറഞ്ഞിട്ട് മെഗാഗ്രാം ആയി. ഭയങ്കര ഒരു വ്യത്യാസമായി അല്ലെ, മില്ലിഗ്രാമും മെഗാഗ്രാമും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ആ രീതിയിൽ എറർ പ്രോൺ അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് പറയുന്നത് കേട്ടോ. നോക്കാം, എറർ പ്രോൺ അബ്രീവിയേഷൻസ് should be defined in accordance with the guidelines set down by for safe medication practice. അത് വേറൊന്നുമല്ല, നമ്മൾ വളരെ സുരക്ഷിതമായിട്ടുള്ള മെഡിക്കേഷൻ പ്രവർത്തനങ്ങള് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മെഡിക്കേഷൻ ചാർട്ടുകളൊക്കെ അല്ലെങ്കിൽ എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നില്ല അതിനകത്ത് കേട്ടോ. കൃത്യമായിട്ടുള്ള സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസുകൾ പാലിക്കാനായിട്ട്, സുരക്ഷിതമായിട്ടുള്ള മെഡിക്കേഷൻ പ്രവർത്തനങ്ങൾ പാലിക്കുന്നതിനായിട്ട് കുറെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മെഡിക്കേഷൻ ചാർട്ടുകളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എങ്കിലും അതിൽ എറർ പ്രോൺ വരാൻ അബ്രീവിയേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകൾ എത്രത്തോളം ഉണ്ട് അതിന്റെ ശതമാനമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ആകെ എണ്ണം ആണല്ലോ, അതാണ് ന്യൂമറേറ്ററിൽ വരിക. ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്, നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള, അവലോകനം ചെയ്തിട്ടുള്ള ആകെ മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം, അതാണ് ഡിനോമിനേറ്റർ. നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ആകെ മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം, അതിനകത്ത് എത്ര മെഡിക്കേഷൻ ചാർട്ടുകളുടെ എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഇൻറ്റു 100% ആണല്ലോ കണക്കാക്കുന്നത്. സോ ഇൻറ്റു 100. ഓക്കെ ആണോ? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ് ഇൻറ്റു 100. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്തത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അതായത് പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം. അടുത്ത ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പ്രതികൂലമായിട്ടുള്ള മരുന്ന് അല്ലെ ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനമാണ്. ഇൻപേഷ്യൻസിന്റെ എണ്ണമാണ് കേട്ടോ, പേഷ്യന്റ് അല്ല. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എത്ര ആളുകളിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ശതമാനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാണിക്കാം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ is a response to a drug which is toxic and unintended and which happens at doses normally used in man for prophylaxis, diagnosis or therapy of disease or for the modification of physiological functions. അല്ലെ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് വെച്ചാൽ പ്രതികൂലമായിട്ടുണ്ടാവുന്ന ചില മരുന്ന് പ്രവർത്തനങ്ങൾ. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അതൊരു ടോക്സിക് ആയിട്ടുള്ള വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അഡ്വേഴ്സ് എന്ന് തന്നെ പറയുമ്പോൾ അറിയാലോ, പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അതും എങ്ങനെയാണ്? നോർമൽ ഡോസിൽ തന്നെ മരുന്നുകൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അത് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോർമൽ ഡോസിൽ തന്നെ മരുന്നുകൾ എടുക്കുകയും ആ സമയത്ത് വരുമ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കേസ് നോർമൽ ഡോസിൽ മരുന്നുകൾ എടുക്കുമ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസുകൾ അതാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ മെഡിക്കേഷൻ എററിനെ പറ്റി പറഞ്ഞു.
അവിടെ നമ്മൾ മരുന്നുകൾ ശരിയല്ലാത്ത ഡോസിൽ എടുക്കുമ്പോൾ അല്ലെ, ശരിയായ ഡോസിൽ എടുക്കാതെ 2-3 പ്രാവശ്യം എടുത്ത് ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ വരും. അത് അണ്ടർസ്റ്റുഡ് ആണ്, ഓൾറെഡി വരുന്നതായിട്ട് ഉറപ്പാണ്. ഡോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാതിരുന്നാൽ അത് ഓവർ ഡോസ് ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ വരും. അപ്പൊ അതിനിവിടെ പ്രസക്തി വരുന്നില്ല, കാര്യം അത് എന്തായാലും സംഭവിക്കുന്നത് ഉറപ്പാണ്. പക്ഷെ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നോർമൽ ഡോസിൽ തന്നെ നമ്മൾ മരുന്ന് കഴിക്കില്ലേ, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസിന്റെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പ്രൊഫൈലാക്സിസ് അറിയാലോ, പ്രതിരോധം അല്ലെ, പ്രൊഫൈലാക്സിസ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രതിരോധത്തിനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗനിർണയം തെറാപ്പി അല്ലെ, തെറാപ്പി ഓഫ് ഡിസീസ് എന്തെങ്കിലും ഒരു ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഫിസിയോളജിക്കൽ ഫംഗ്ഷന്റെ മോഡിഫിക്കേഷൻസിനൊക്കെ ആയിട്ട് നമ്മൾ നോർമൽ ഡോസിൽ എടുക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ഡെവലപ്പ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസിന്റെ എണ്ണമാണ് നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശതമാനം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫോർമുല നോക്കാം. നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ, ന്യൂമറേറ്ററിൽ എന്തായാലും ഹെഡിങ് തന്നെ വരുള്ളൂ കേട്ടോ. നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ആകെ എണ്ണം അല്ലെ, ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, ആകെയുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം. അത് ഇൻപേഷ്യന്റിന്റെ കണക്കാക്കുന്നത് ആകെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസുകളുടെ എണ്ണം, അതിനകത്ത് എത്ര പേഷ്യൻസിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇൻടു 100. 100 ചെയ്യാൻ കാരണം എന്താണ്, പെർസെന്റേജ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? Number of inpatients developing adverse drug reactions all divided by number of inpatients into 100. Okay. Okay ആണല്ലോ? എല്ലാവരും ഉറങ്ങാണോ? ആരും ഒന്നും ഇല്ലാതെ? ഞാന് അധികം ചോദിക്കരുതെന്ന് പറഞ്ഞ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇല്ലാതിരിക്കുന്നത്. ഓക്കെ, ശരി. പെർസെന്റേജ് ഓഫ് അൺപ്ലാന്റഡ് ഫ്രീ ആയിട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഓക്കെ, 7ാമത്തെ പോയിന്റ് കേട്ടോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാന്റഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അത് നമ്മൾ അവിടെ പഠിച്ചൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. പെർസെന്റേജ് ഓഫ് അൺപ്ലാന്റഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ അൺപ്ലാന്റഡ് ആയിട്ട് തിരിച്ചു പോകേണ്ടി വന്ന കേസുകളുടെ ശതമാനം അല്ലെ. അതെന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ ആദ്യം നടന്ന ആ ഒരു ഓപ്പറേഷനിൽ പ്രൈമറി പ്രൊസീജിയറിൽ, പ്രൈമറി സർജിക്കൽ പ്രൊസീജിയറിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് പിന്നീട് രണ്ടാമത് വീണ്ടും റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തിരിച്ചെന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം, എന്താണ് അൺപ്ലാന്റഡ് റിട്ടേൺ ടു OT എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിക്കാം. Unplanned return to the OT is defined as any secondary procedure. Secondary procedure എന്ന് പറയുന്നത് രണ്ടാമത് ചെയ്യുന്നതാണ് കേട്ടോ. പ്രൈമറി പ്രൊസീജിയർ ഓൾറെഡി കഴിഞ്ഞതാണ്, അതിനുശേഷം രണ്ടാമത് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് അവർക്ക് OT-യിലോട്ട് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നത്. So it is defined as any secondary procedure needed for a complication that results directly from the index operation. Index operation വെച്ച പ്രൈമറി ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവും. അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നതിന്റെ ഫലമായിട്ട് രണ്ടാമത് ഒരു സെക്കൻഡറി പ്രൊസീജിയർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിനെയാണ് നമ്മൾ അൺപ്ലാനഡ് റിട്ടേൺ ടു OT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺപ്ലാനഡ് ആണ്, ആകസ്മികമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ, എന്താണ് ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ സമയത്ത് തന്നെ അതിനൊരു പ്രസക്തി ഉണ്ട് കേട്ടോ. ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളിപ്പോ ആദ്യം അഡ്മിറ്റ് ആയി സർജറി ചെയ്തു. ഓക്കെ, സർജറി ചെയ്തു, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ വീണ്ടും പ്രശ്നം വന്നിട്ട് രണ്ടാമത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സാഹചര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ എന്ന് പറഞ്ഞാല് അതേ അഡ്മിഷൻ സമയത്ത് തന്നെ ആ ഒരു അഡ്മിഷൻ നടത്തി സർജറി കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നു? വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്ന സാഹചര്യം. മനസ്സിലാവും? അതുകൊണ്ടാണ് ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ എന്നവിടെ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ എന്ന് പറയാൻ കാരണം അതാണ്. അല്ലാണ്ട് ആദ്യം ഓപ്പറേഷൻ നടന്ന് ഡിസ്ചാർജ് ഒക്കെ വാങ്ങി വീട്ടിൽ പോയി 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നു, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അഡ്മിറ്റ് ആയി സർജറി ചെയ്തു, ആ സർജറി ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു റീ ഓപ്പറേഷൻ സർജറി വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ എടുത്തു വന്നത് കേട്ടോ. ക്ലിയർ? ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ്
ഡീബ്രൈഡ്മെന്റ് കേട്ടോ, ഡീബ്രൈഡ്മെന്റ്. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രൈഡ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സിവിയർ ആയിട്ട് ബ്ലീഡിങ് വരെയാണ്, സിവിയർ ബ്ലീഡിങ് വരെയാണ്. ഡീബ്രൈഡ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലീഡിങ് കൂടിക്കഴിഞ്ഞാൽ, സിവിയർ ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ചില, ഈ ബ്ലീഡിങ് കൂടുമ്പോൾ ചില ടിഷ്യൂസ് അവിടെ നശിച്ചു പോകാനായിട്ട് ഇടവരും. ഓക്കെ, ബ്ലീഡിങ് കൂടിക്കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അൺഹെൽത്തി ടിഷ്യൂസിനെ റിമൂവ് ചെയ്യേണ്ടതായിട്ട്, അതിനെയാണ് നമ്മൾ ഡീബ്രൈഡ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണ്, അതായത് ഓപ്പറേഷന് ശേഷം ബ്ലീഡിങ് വരികയാണ്. അപ്പൊ ബ്ലീഡിങ് വരുന്നതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ ചില ടിഷ്യൂസ് ബ്ലീഡിങ് മൂലം, സിവിയർ ബ്ലീഡിങ് മൂലം ചിലപ്പോൾ നശിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും ടിഷ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ, നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. റിമൂവൽ ഓഫ് ദ അൺഹെൽത്തി ടിഷ്യൂസ്, അതാണ് അവിടെ ഡീബ്രൈഡ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി സ്വിച്ചറി എംബോലെക്ടമി. എംബോലെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ബ്ലഡ് വെസലുകളിൽ ഏതെങ്കിലും ബ്ലോക്ക് ഒക്കെ വരാന്ന് വിചാരിക്കാം, ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ വരികയാണെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എംബോലെക്ടമി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സർജറി കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് സിവിയർ ബ്ലീഡിങ് വരികയാണ്. ബ്ലീഡിങ് വന്നു, അപ്പൊ വീണ്ടും ഒരു എന്താ പറയാ അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. വീണ്ടും ഒരു രണ്ടാമതൊരു സർജറിക്ക് ഒരു ചാൻസ് അവിടെ വരികയാണ്. ഓക്കെ, അതാണ് ഡീബ്രൈഡ്മെന്റ്. അതുപോലെ തന്നെ സെക്കൻഡറി സ്വിച്ചറി എംബോലെക്ടമി ഇതുപോലെ തന്നെയാണ്. സർജറി ഒക്കെ കഴിഞ്ഞ് ബ്ലഡ് വെസലിനകത്ത് ഏതെങ്കിലും ബ്ലഡ് ക്ലോട്ട് വരാനിടയാണ്, രക്തം കട്ട പിടിക്കാൻ ഇടവന്നാൽ നമുക്കത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു റിമൂവ് ചെയ്യുന്ന, ആ ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എംബോലെക്ടമി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ രണ്ടാമത് റീ ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്നത് ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ. ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അനസ്തേഷ്യ കൊടുത്തിട്ടാണല്ലോ സർജറി ചെയ്യാം. ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ തുടർച്ചയായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആകസ്മികമായിട്ട് പേഷ്യന്റിന്റെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഒരു എന്താ പറയാ സർജറി, അല്ലെങ്കിൽ നമുക്കത് വീണ്ടും റീ ഓപ്പറേറ്റ് ചെയ്യുന്ന സാഹചര്യം വന്നേക്കാം. മനസ്സിലായോ? ഈ അനസ്തേഷ്യയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം വരെ ഉണ്ടാവും അല്ലെ, സർജറി കഴിഞ്ഞ് കുറച്ചു നേരം വരെ ഒരു അനസ്തേഷ്യ ഇഫക്റ്റ് ഉണ്ടാവും. ആ അനസ്തേഷ്യ സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ, പേഷ്യൻസിന് വരുവാണെങ്കിൽ അതിനെ തുടർന്ന് ചിലപ്പോൾ നമുക്കൊരു റീ ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം തന്നെ അൺപ്ലാനഡ് ആയിട്ട് വരുന്നതാണ്, ആകസ്മികമായിട്ട് വരുന്നതാണ്. ക്ലിയർ ആയോ? അതാണ് ഇവിടെ അൺപ്ലാനഡ് റിട്ടേൺ ടു ഓഫ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എങ്ങനെയായിരിക്കും ഫോർമുല വരിക? അപ്പൊ ഫോർമുല എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട് അൺപ്ലാനഡ് ആയിട്ട് റിട്ടേൺ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം അല്ലെ, എണ്ണം divided by number of patients who underwent the surgeries in the OP. ഓപ്പറേഷൻ തിയേറ്ററിലെ സർജറിക്ക് വിധേയമായിട്ടുള്ള ആളുകളുടെ ആകെ എണ്ണം അല്ലെ, ആകെ എണ്ണം. അതിനകത്ത് എത്ര പേഷ്യൻസിന് വീണ്ടും ഒരു റീ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിട്ടേൺ ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എടുക്കാം into 100 കേട്ടോ. 100 എന്തുകൊണ്ടാ? പെർസെന്റേജ്. ക്ലിയർ ആയോ? നമ്പർ ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OP divided by number of patients who underwent the surgery. സർജറിക്ക് വിധേയമായിട്ടുള്ള ആളുകളുടെ ആകെ എണ്ണം. അതിനകത്ത് എത്ര പേഷ്യൻസിന് അൺപ്ലാനഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിട്ടേൺ ചെയ്തതായിട്ട് വന്നിട്ടുണ്ട് into 100. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നെക്സ്റ്റ് വരുന്നത് percentage of surgeries where the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. Okay, എന്താണ് പറഞ്ഞത്? അതായത് നമ്മൾ ഈ പറയുന്ന തെറ്റായ സർജറി, തെറ്റായ സൈറ്റില് അല്ലെങ്കിൽ തെറ്റായ പേഷ്യന്റില് തെറ്റായ രീതിയിലൊക്കെ സർജറി ചെയ്യുന്ന അത്തരത്തിലുള്ള ചില പ്രതികൂല സംഭവങ്ങൾ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചില നടപടിക്രമങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് കൃത്യമായിട്ടുള്ളൊരു പോളിസി ഉണ്ടായിരിക്കും, മീൻസ് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. അതായത് ഈ രീതിയിൽ സർജറിയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ, ഇപ്പൊ തെറ്റായ സൈറ്റിൽ വെച്ച് നമ്മൾ ചെയ്യേണ്ട സ്ഥലത്തല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സർജറി ചെയ്യാം, ആള് മാറിപ്പോയി സർജറി ചെയ്യാം, തെറ്റായ രീതിയിൽ സർജറി ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ചില പ്രതികൂല സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ ചില നടപടിക്രമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും.
അപ്പൊ അത്തരം നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം അതാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അപ്പൊ നിങ്ങൾ ചിന്തിക്കും എല്ലാം അതിനനുസരിച്ച് തന്നെയല്ലേ നടക്കുന്നത്, അതിനനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്, നടക്കാത്ത കേസുകൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. As followed means as followed by the organization's procedure. ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പ്രകാരം ആ പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ആകെ എണ്ണം അല്ലെ, ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. ആകെ നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം കേട്ടോ, ആകെ നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിനകത്ത് വരുന്നത്. ആകെ നടന്നിട്ടുള്ള സർജറികളില് എത്ര സർജറികൾ കൃത്യമായിട്ട് ഈ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഇൻറ്റു എന്താണ് 100 കേട്ടോ, പെർസെന്റേജിലാണ് കണക്കാക്കുന്നത്. സോ ഇൻറ്റു 100 ആണ്. ക്ലിയർ? നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed divided by the number of surgeries performed into 100. ഓക്കെ, അടുത്തത് കേട്ടോ 9ാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. എന്താണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളുടെ ശതമാനം. അപ്പോ ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ, ബ്ലഡ് ബാങ്കിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് എന്താണ് ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് കമ്പോണൻസ് ആണ് അല്ലെ, ഫ്രം ഡോണർ ടു പേഷ്യന്റ് അല്ലെ. ഒരു ഡോണറിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് മൂലം ഉണ്ടാകുന്ന ചില പ്രതികൂല സംഭവങ്ങളാണ് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം അതൊരു പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടന്നതിന്റെ ഫലമായിട്ട് നടന്നിട്ടുള്ള ചില പ്രതികൂല സംഭവങ്ങളെയാണ് അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വായിക്കാം. എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് പ്രതികൂലമായിട്ടുള്ള, അപകടകരമായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ ടു ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് ഷുഡ് ബി കൺസിഡർഡ് ആസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏത് പ്രതികൂല സംഭവങ്ങളെ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നമുക്ക് പറയാം. ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻ, ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ചേസ് ഫിവേഴ്സ്, to the life-threatening complications such as TRALI and graft versus host recruitment. അതായത് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. വളരെ മൈൽഡ് ആയിട്ടുള്ള, വളരെ ചെറിയ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻ തൊട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരെ അതുമൂലം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അതിലൊന്ന് രണ്ട് എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മൈൽഡ് അലർജിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ചിൽസ് ആൻഡ് റിഗേഴ്സ്. ചിൽസ് റിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് കോൾഡ്നെസ് ആണ്. അതായത് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തി കഴിയുമ്പോൾ വരുന്ന എന്താ പറയുക, ചിൽസ് ആൻഡ് റിഗേഴ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് കോൾഡ്നെസ്, നമുക്കൊരു തണുപ്പ് പോലെ അനുഭവപ്പെടും, ഷിവറിങ് പോലെ, ഷേക്കിങ് പോലൊക്കെ വരുന്ന ഒരു അവസ്ഥയില്ല. അതിനെയാണ് നമ്മൾ ചിൽസ് റിഗേഴ്സ് എന്നൊക്കെ പറയുന്നത്. റിഗർ എന്നൊക്കെ പറയുന്നത് ബോഡി ഭയങ്കര ഷേക്ക് ആവുന്ന ഒരു അവസ്ഥയാണ്, ഷിവർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അതൊക്കെ വളരെ മൈൽഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്, പക്ഷെ വളരെ മൈൽഡ് ആയിട്ടുള്ള രീതിയിലാണ്, ചെറിയ ഒരു കുറഞ്ഞ അളവിൽ ചെറിയ രീതിയിലാണ്. അത് തൊട്ട് ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ്, വളരെ ജീവന ഹാനികരമാകുന്ന കോംപ്ലിക്കേഷൻസ് വരെ അതുപോലെ ഉണ്ടാവാം. ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് ട്രാലി ആണ്. ട്രാലി, അപ്പൊ ട്രാലിയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ട്രാലിയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളൂ, നമുക്ക് അറിയുന്നുണ്ടാവില്ല, എഴുതി വെക്കുക കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് എഴുതിക്കോളൂ കേട്ടോ. ട്രാലിയുടെ ഫുൾ ഫോം ആണ് പറയുന്നത് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute lung injury. Acute lung injury. Acute, ACUTE. Acute lung, LUNG, ശ്വാസോച്ഛ്വാസം കേട്ടോ. ഇഞ്ചുറി, INJURY, ഇഞ്ചുറി. കിട്ടിയോ? ട്രാലി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി കേട്ടോ. അതായത് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ തീവ്രമായിട്ടുള്ള അക്യൂട്ട് ആയിട്ടുള്ള ലങ് ഇഞ്ചുറി, ശ്വാസകോശത്തിനൊക്കെ വരുന്ന ഒരു അസുഖമാണ്. അസുഖമല്ല, ഒരു അവസ്ഥയാണ് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ മൂലം ഉണ്ടാവുന്ന ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത് ട്രാലി കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ്, ആ കറക്റ്റ് ആണ് കേട്ടോ.
കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ട്രാൻസ്മിഷൻ റിലേറ്റഡ് അക്യൂട്ട് ഗ്യാസ്ട്രിക്. പിന്നെ ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. എന്താണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാല്? ഗ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോണർ സെല്ലുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യില്ലേ, ഇപ്പൊ മജ്ജ മാറ്റിലേക്ക് മറ്റേ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡോണർ സെല്ലുകൾ, അതായത് കൊടുക്കുന്ന ആളുകളുടെ സെല്ലുകൾ, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡോണർ സെല്ലുകളാണ്, കൊടുക്കുന്ന ആളുകളുടെ സെല്ലുകളാണ്. ആ ഒരു ഡോണർ സെല്ല് എന്ത് ചെയ്യാണ്? ദാറ്റ് അറ്റാക്ക് ദ റെസിപ്പിയൻസ് ബോഡി. റെസിപ്പിയന്റിനെ, സ്വീകർത്താവിന്റെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്നൊരു മോശം സാഹചര്യം. കാരണം ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയന്റ് ആണ്, ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡോണർ ആണ്, ഇവിടെ ഹോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെസിപ്പിയന്റ് ആണ്. ഇപ്പൊ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാല് GVHD എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡോണർ സെൽസ് ദാറ്റ് അറ്റാക്ക് ദ എന്താ പറയാ റെസിപ്പിയൻസ് ബോഡി, റെസിപ്പിയന്റിന്റെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഭയങ്കര എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന സെല്ലുകള് സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് അവരുടെ ശരീരത്തിന് വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുകയാണ്, എന്ന് വെച്ചാൽ അതിനെ അറ്റാക്ക് ചെയ്യാണ്. സ്വാഭാവികമായിട്ട് സ്വീകരിക്കുന്ന ആളുകൾക്ക് മരണം വരെ സംഭവിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്നാണ് പറയുക കേട്ടോ. അതുപോലെ ട്രാജി, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ അലർജിക് റിയാക്ഷൻസ്, ചീഫ്സ് റിവേഴ്സ് അങ്ങനെയുള്ള, അങ്ങനെ അത്രയും റേഞ്ച് തൊട്ട് വലുത് വരെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളുടെ ശതമാനമാണ് നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫർ ഇൻടു 100 കേട്ടോ. അതായത് എത്ര യൂണിറ്റ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതിന് എത്ര എണ്ണത്തിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എടുക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫ്യൂഷൻ. എപ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എത്ര എണ്ണത്തിൽ ഈ റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫർ, ആകെ എത്ര യൂണിറ്റ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എത്ര എണ്ണത്തിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇൻടു 100 കേട്ടോ. പെർസെന്റേജ് ആണ് 100. ക്ലിയർ? ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്തത് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU ട്ടോ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUവിൽ നടക്കുന്ന മരണത്തിന്റെ നിരക്കാണ് കേട്ടോ. മരണനിരക്ക് അല്ലെങ്കിൽ ഒരു മരണത്തിന്റെ റേഷ്യോ ആണ്, മോർട്ടാലിറ്റി റേഷ്യോ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUവിൽ നടക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇൻഡിക്കേറ്റർ അവിടെ പഠിച്ചില്ല. ആദ്യം തന്നെ എന്താണ് നോക്കാം നമുക്ക്. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി ആൻഡ് ദ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം, എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി ആൻഡ് ദ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്. അതായത് ഒരു സ്പെസിഫിക് ടൈം പീരീഡ്, ഒരു നിശ്ചിത സമയത്ത്, നിശ്ചിത പീരീഡ് ഓഫ് ടൈമില് ICUവിൽ നടന്നിട്ടുള്ള ആകെ മരണങ്ങളുടെ എണ്ണം. ആകെ മരണങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാല് ആക്ച്വൽ ഡെത്തുകളുടെ എണ്ണം, അതായത് മരണം നടന്നിട്ടുള്ളതിന്റെ എണ്ണം. അതാണ് പെർസീവ്ഡ് ഓർ ആക്ച്വൽ എന്ന് പറഞ്ഞാല് വ്യക്തമായിട്ട് നടന്നിട്ടുള്ള മരണങ്ങളുടെ എണ്ണം. ICUവില് ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമില് ICUവിൽ നടന്നിട്ടുള്ള വ്യക്തമായ മരണങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? പ്രഡിക്റ്റഡ് ഡെത്ത്, ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി. ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന മരണങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റഡ് ആണ്, അതിന്റെ മരണം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്കറിയാം ICU എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും മരണത്തിന് സാധ്യതയുള്ള പേഷ്യൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ ICUവിലെ മരണ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര മരണങ്ങൾ ഓൾറെഡി നടന്നിട്ടുണ്ട് ഇൻടു 100. അങ്ങനെയാണ് എടുക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന മരണങ്ങളാണ്. പ്രഡിക്റ്റഡ്, ഇന്ന ആള് മരിക്കും, ICUവിലുള്ള പേഷ്യന്റ് നമുക്കറിയാം അയാളുടെ മരണം ഉറപ്പാണ്, അങ്ങനെയുള്ള ചില കേസുകൾ ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ ഫോർമുല വരിക? ആക്ച്വൽ ഡെത്ത് ഇൻ ICUവിൽ നടന്നിട്ടുള്ള വ്യക്തമായിട്ടുള്ള മരണങ്ങളുടെ എണ്ണം, ആക്ച്വൽ ഡെത്തുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ പ്രഡിക്റ്റഡ് ഡെത്ത് ഇൻ ICUവില് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്ന മരണങ്ങളുടെ എണ്ണം, മരിച്ചിട്ടില്ല പക്ഷെ മരണം ഉറപ്പാണ്, മരണ സാധ്യതയുള്ള മരണത്തിന്റെ
എണ്ണം, മരണ സാധ്യതയുള്ളവരുടെ എണ്ണം ഇൻറ്റു 100% ആണ് ടൈം ടു 100. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണ്. ആ ഒരു റേഷ്യോ ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി ടു ദ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ആണ് ഫോർ സ്പെസിഫിക് ടൈം പീരീഡ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തതാണ് 11ാമത്തെ. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. എന്താണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. അവിടെ പറഞ്ഞൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. അതായത് ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റില് 72 മണിക്കൂറിനുള്ളിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് തിരിച്ചു വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അന്നവിടെ പറഞ്ഞിരുന്നു നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആശുപത്രിയിലേക്കാണ് അർജൻസി കേസുകളിൽ രോഗികൾ കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ ഒരുപക്ഷെ അവർക്ക് ഇനീഷ്യൽ ട്രീറ്റ്മെന്റുകളും മറ്റുമൊക്കെ നമ്മൾ കൊടുത്തവരെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് 72 മണിക്കൂറുകൾക്കുള്ളിൽ ഇതേ പ്രശ്നങ്ങളായിട്ട് തന്നെ ആരും വീണ്ടും പേഷ്യൻസ് ഇങ്ങോട്ട് എത്തിക്കപ്പെടാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചു വരാറ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ ഒരു ശതമാനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫോർമുല എങ്ങനെയാണ് ഞാൻ നോക്കിയേ. നമ്പർ ഓഫ് റിട്ടേൺസ് ടു ദ എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് അല്ലെ. സമാനമായിട്ടുള്ള പരാതികളുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വന്നിട്ടുള്ള പേഷ്യൻസുകളുടെ അത്തരം കേസുകളുടെ ആകെ എണ്ണം. ഓക്കെ, അതാണ് ന്യൂമറേറ്ററിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് number of patients who have come to the emergency ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ആകെ പേഷ്യൻസുകളുടെ എണ്ണം അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കാഷ്വാലിറ്റിയിൽ വന്നിട്ടുള്ള ആകെ പേഷ്യന്റുകളുടെ എണ്ണം, അതിന് എത്ര എണ്ണത്തില് ആളുകള് ഇതേ സമാനമായുള്ള പരാതികളായിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 100 കേട്ടോ. 100 ചെയ്യുന്ന ശതമാനത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതാണ് അതിന്റെ ഫോർമുല കേട്ടോ. അടുത്തത് 12ാമത്തെ. Incidents of the hospital associated pressure ulcers after the admission. That means bed sore per 1000 patient rate. പഠിച്ചില്ലേ ഇവിടെ നമ്മൾ ബെഡ് സോറിനെ പറ്റി പറഞ്ഞില്ലേ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ. ദാറ്റ് മീൻസ് ബെഡ് സോർ പെർ 1000 patient rate. എന്താണ് ബെഡ് സോർ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രഷർ അൾസർ എന്നൊക്കെ നമുക്കറിയാം, അത് പറഞ്ഞ കാര്യമാണ്. A pressure ulcer is localized injury to the skin and or underlying tissue, normally over a body prominence. This is a result of the pressure or pressure in consolidation with the shear and or friction. അല്ലെ, നമ്മൾ കുറെ കാലങ്ങളോളം നമ്മൾ പറയുന്ന ബെഡിലൊക്കെ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരുന്നു ഞാൻ, ആ ബെഡിൽ എടുക്കുന്ന സമയത്ത് ആ സ്കിന്നുമായിട്ടുള്ള ആ ഒരു ഫ്രിക്ഷൻ വരുന്നത് മൂലം ആ ബെഡുമായിട്ട് ഇങ്ങനെ അമരുന്നതിന്റെ ഫലമായിട്ട് അവിടേക്കുള്ള രക്തപ്രവാഹം കുറയുകയും സ്വാഭാവികമായിട്ട് അവിടെ സ്കിന്ന് പൊട്ടാനായിട്ട് തുടങ്ങും. അത് ഒരുപാട് നാളുകളോളം ബെഡിലായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അതുപോലെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കാം. ഒരു ബെഡ് സോർ ഉണ്ടാവാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അഡ്മിഷൻ സമയത്ത് ഉണ്ടാവില്ല, പക്ഷെ അഡ്മിഷനൊക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബെഡുമായിട്ടൊരു എന്താ പറയുക കംപ്രഷൻ, ആ ഒരു പ്രഷർ വരുന്നതിന്റെ ഫലമായിട്ട് ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കുറയുകയും അവിടുത്തെ സ്കിൻ എന്ത് ചെയ്യപ്പെടാണ്, പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ തന്നെയാണ്. അല്ലെ, അതിനെയാണ് നമ്മൾ ബെഡ് സോർ അഥവാ പ്രഷർ അൾസർ, പ്രഷർ മൂലം വരുന്ന പ്രശ്നമാണ് കേട്ടോ ആ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് നമ്മളൊരു പ്രഷർ അൾസറിന്റെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഇൻസിഡൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അത് ഇങ്ങനെയാണ് പറയുന്നത്. ബെഡ് സോർ പെർ 1000 patient days ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബെഡ് സോർ പെർ 1000 patient days. 1000 patient days. ഈ പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രോഗി ദിവസങ്ങൾ അല്ലെ. പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആദ്യ ദിവസങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the total number of days that the patient has been hospitalized. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആദ്യ ദിവസങ്ങളുടെ എണ്ണം, അതാണ് നമ്മൾ പേഷ്യന്റ് ഡേയ്സ്. അപ്പൊ 1000 patient days എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 രോഗികൾ, നമ്മളൊരു 3 യൂണിറ്റിലാണ് നമ്മൾ കണക്കാക്കുന്നത്. പേഷ്യന്റിന്റെ കണക്കല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏകദേശം നമ്മളൊരു 1000 യൂണിറ്റിലാണ് കണക്കാക്കുന്നത്. ഒരു 1000 പേഷ്യൻസ്, 1000 രോഗികള്
മൊത്തത്തിൽ അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണമായിട്ടാണ് നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിങ് ഓഫ് പ്രഷർ അൾസർ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻടു 1000 കേട്ടോ. ആകെ രോഗി ദിവസങ്ങളുടെ എണ്ണം ഇത് 1000, കാര്യം നമ്മൾ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് അവിടെ കണക്കാക്കുന്നത്. 1000 യൂണിറ്റിലാണ് നമ്മളത് കണക്കാക്കുന്നത് കേട്ടോ. സോ ഇൻടു 1000 കേട്ടോ. എന്താ പറയുക? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിങ് ഓഫ് പ്രഷർ അൾസർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആകെ പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000 പേഷ്യന്റ് ഡേയ്സിലാണ് കണക്കാക്കുന്നത്. സോ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. ഓക്കെ, ക്ലിയർ? മതി, ഇത്രയും മതി. 12 ഫോർമുലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി 32 12 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പോർഷൻ തീരില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഈ സെയിം കാര്യം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ക്വാളിറ്റി അഷുറൻസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ക്വാളിറ്റി അഷുറൻസ് NABH പഠിച്ചില്ല, ഇതിന്റെ തുടക്കം തന്നെ നമ്മൾ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ? ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ അവസാനിക്കും. അപ്പൊ ഇനിയിപ്പോ മൺഡേ ക്ലാസ് ഉണ്ട്. ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ, വരുന്ന വെനസ്ഡേ ചിലപ്പോൾ ഞാനായിരിക്കും ക്ലാസ്. ജോബ് സാറിന്റെ ക്ലാസ്സിൽ ഞാനായിരിക്കും ഇരുന്ന കേട്ടോ. അത് നോക്കട്ടെ, ഈ ബുധനാഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് ബുധനാഴ്ച കേട്ടോ. അങ്ങനെ പോർഷൻ തീർക്കാനുള്ളത് കൊണ്ടാണ് സാറിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊക്കെ ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കണേ. അപ്പൊ ശരി കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കണം കേട്ടോ.